Today we are discussing the chapter Market Structures, Price Determination by the Industry under Perfect Competition. ഇന്ന് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൈസ് ഡിറ്റർമിനേഷൻ ബൈ ദ ഇൻഡസ്ട്രി അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് സിറ്റുവേഷനിൽ എങ്ങനെയാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത്. നമ്മൾക്കറിയാം വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. Perfect competition, there are large number of firms. Each firm supplies only a very small portion of the market demand. Hence, a single firm has influence on the price. Price is determined by the demand of all buyers taken together. The supply of the firms taken together. നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ there are a large number of ഫോംസ് ഉണ്ടായിരിക്കും അല്ലേ. ലാർജ് നമ്പർ ഓഫ് ഫോംസ് ഉണ്ടായിരിക്കും. ആ ലാർജ് നമ്പറും ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്, പെർഫെക്റ്റ് മാർക്കറ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പെർഫെക്റ്റ് മാർക്കറ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഡിമാൻഡ് ഓൾ ദ ബയേഴ്സ് ടേക്കൺ ടുഗദർ. ഡിമാൻഡാണ് അല്ലെങ്കിൽ ഫാക്ടേഴ്സാണ്, സപ്ലൈ, ഡിമാൻഡ്, ഈ ഫാക്ടേഴ്സാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് അറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു മാർക്കറ്റ് പീരീഡ്സിനെ അല്ലെങ്കിൽ മാർക്കറ്റ് ടൈമിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടാണ് അല്ലേ. മാർഷാൾ അനലൈസ്ഡ് ദ പ്രൈസിങ് ഓഫ് ദ കമ്മോഡിറ്റി ഇൻ 3 periods ഓഫ് ടൈം. 3 period ഓഫ് ടൈംസ് ആയിട്ട് മാർഷാൽ ഈ പ്രൈസ് ഡിറ്റർമിനേഷനെ കുറിച്ച് പഠിക്കുന്നത് ആണ്. അതിൽ ഫസ്റ്റ് വൺ മാർക്കറ്റ് പീരീഡ്, സെക്കൻഡ് വൺ ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡ്. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് മാർക്കറ്റ് പീരീഡ് അല്ലെങ്കിൽ വെരി ഷോർട്ട് പീരീഡ് അല്ലേ. മാർക്കറ്റ് പീരീഡിൻ്റെ മറ്റൊരു പേരാണ് വെരി ഷോർട്ട് പീരീഡ്. എന്താണ് ഷോർട്ട് പീരീഡ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ലോങ് പീരീഡ് എന്താണെന്നും അതിൻ്റെ കാലാവധി എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രൈസ് ഡിറ്റർമിനേഷൻ ഡ്യൂറിങ് മാർക്കറ്റ് പീരീഡ്, അതാണ് നമ്മൾക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. ഡ്യൂറിങ് ദ മാർക്കറ്റ് പീരീഡ് ദ സപ്ലൈ ഓഫ് കമ്മോഡിറ്റി ഈസ് ഫിക്സ്ഡ്. നമുക്കറിയാം മാർക്കറ്റ് പീരീഡിൽ കമ്മോഡിറ്റിയുടെ സപ്ലൈ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ദ സപ്ലൈ ഈസ് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക്. സപ്ലൈ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ആണ്. അതായത് ഫിക്സഡ് ആയിട്ടുള്ള കമ്മോഡിറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നത്. ദ പ്രൈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. പ്രൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിമാൻഡിനനുസൃതമായിട്ടാണ്. ഇറ്റ് ഡസ് നോട്ട് മീൻ ദ സപ്ലൈ ഹാസ് നോ റോൾ ഇൻ ദ പ്രൈസ്. ഇത് അർത്ഥമാക്കുന്നത് സപ്ലൈക്ക് പ്രൈസ് ഡിറ്റർമിനേഷനിൽ യാതൊരുവിധ റോളും ഇല്ല എന്നുള്ളതല്ല. നമ്മൾക്കറിയാം മാർക്കറ്റ് പീരീഡിലുള്ള കൂടുതലായിട്ടുള്ള പ്രോഡക്ട്സും പെരിഷബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. വെജിറ്റബിൾസ്, ഫിഷ്, ഫ്രൂട്ട്സ് ലൈക്ക് അല്ലേ. ഇറ്റ് കനോട്ട് സ്റ്റേ ഫ്രഷ് ഫോർ സം ടൈം. ഹെൻസ് എൻറ്റയർ സപ്ലൈ മസ്റ്റ് ബി സോൾഡ് അറ്റ് ദ സെയിം ടൈം. എൻറ്റയർ സപ്ലൈയും സെയിം ടൈമിൽ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, വിൽക്കേണ്ടതുണ്ട്. ഇനി അപ്പോൾ പ്രൈസ് ഡിറ്റർമിനേഷൻ ഡ്യൂറിങ് മാർക്കറ്റ് പീരീഡ്. മാർക്കറ്റ് പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസമോ അല്ലെങ്കിൽ 2-3 ദിവസമോ കൂടി നിൽക്കുന്നതാണ് മാർക്കറ്റ് പീരീഡിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് പീരീഡിൽ സപ്ലൈ ഓഫ് കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. സപ്ലൈ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. പ്രൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂടുതലായിട്ടും ചേഞ്ചസ് ഇൻ ഡിമാൻഡിനെയാണ്. അതുകൊണ്ട് തന്നെ സപ്ലൈക്ക് പ്രൈസ് ഡിറ്റർമിനേഷനിൽ യാതൊരുവിധ റോളും ഇല്ല എന്നല്ല. ഇനി നമ്മൾക്ക് അതിൻ്റെ ഗ്രാഫ് നോക്കാം. എന്തുകൊണ്ടാണ് മാർക്കറ്റ് പീരീഡിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ഡിമാൻഡ് നോക്കാം. ഫസ്റ്റ് വൺ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ് സപ്ലൈ. ഇതിൽ QMS എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് കർവ് അല്ലേ, അല്ല സപ്ലൈ കർവ് എന്ന് പറയുന്നത്. MS നമ്മൾക്കറിയാം ക്യൂവിൽ നിന്ന് MS പോകുന്നതാണ് സപ്ലൈ കർവ്. സപ്ലൈ കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് വേർട്ടിക്കലാണ്. നമ്മൾ സ്ലോപ്പ് വേർഡ് റൈറ്റ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ് പഠിച്ചു.
അതേപോലെ തന്നെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, അപ്വേർഡ് സ്ലോപ്പിംഗ് ഒക്കെ സപ്ലൈ കർവ് ഉണ്ടെന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഇതിൽ സപ്ലൈ കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് വെർട്ടിക്കലാണ്. ദ വെർട്ടിക്കൽ ഷേപ്പ് ഓഫ് ദ സപ്ലൈ കർവ് ഇൻഡിക്കേറ്റ്സ് വാട്ട് എവർ ദ പ്രൈസ് ഈസ് ഫിക്സ്ഡ് സപ്ലൈ ഈസ് ടു ബി സോൾഡ് ഇൻ ദ പ്രൈസ് എന്ത് തന്നെ ആയിക്കോട്ടെ. ഇപ്പോൾ ഒരു ഗ്രാഫിൽ സപ്ലൈ കർവ് വെർട്ടിക്കലാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് പ്രൈസും ആയിക്കോട്ടെ സപ്ലൈ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ തന്നെ നോക്കാം. P1 OP എന്ന പ്രൈസിൽ നിന്ന് OP1 പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോഴും MS സപ്ലൈ കർവ് തന്നെയാണ്, വെർട്ടിക്കൽ തന്നെയാണ് അല്ലേ. അതേപോലെ തന്നെ OP2 പ്രൈസ് ഡിക്രീസ് ചെയ്തപ്പോഴും E2 നമ്മൾ എന്ത് ചെയ്തു, സപ്ലൈ കർവ് അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈയുടെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത് കുറച്ച് താഴോട്ട് താന്നു എന്ന് മാത്രം. അവിടെ സപ്ലൈ എന്ത് ചെയ്യുന്നില്ല, ഇൻക്രീസ് ചെയ്യുന്നില്ല അല്ലേ. ദ പ്രൈസ് വിൽ ബി ഡിപ്പെൻഡ് ഓൺ ദ ഡിമാൻഡ് കർവ് അലോൺ. പ്രൈസ് മാത്രമാണ് ഡിമാൻഡ് കർവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. പ്രൈസ് മാത്രമാണ്. അപ്പോൾ ഡി എന്ന് പറയുന്നതാണ് നമ്മുടെ ഒറിജിനൽ ഡിമാൻഡ് കർവ്. അവിടെ ഇ ആണ് നമ്മളുടെ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ്. ഇവിടെ OPയിൽ നിന്ന് OP1 മാറിയപ്പോൾ ഡിമാൻഡ് കർവ് എന്ത് ചെയ്തു, ഡിയിൽ നിന്ന് D1 ഇൻക്രീസ് ചെയ്തു അല്ലേ, മേലോട്ട് ഉയർന്നു. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹയർ ദ ഡിമാൻഡ് മോർ വിൽ ബി ദ പ്രൈസ് ആൻഡ് ലോവർ ദ ഡിമാൻഡ് ദ ലെസ്സർ വിൽ ബി ദ പ്രൈസ്. കൂടുതൽ കുറവ് പൈസയാണെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറവ് ഡിമാൻഡ് ആണെങ്കിൽ പ്രൈസ് എന്തായിരിക്കും, കുറവായിരിക്കും. കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ പ്രൈസും എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഏതിൻ്റെ കേസിൽ, പ്രൈസ് ഡിറ്റർമിനേഷൻ ഡ്യൂറിങ് ദ മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റ് പീരീഡിൽ പ്രൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ പ്രൈസും കൂടുതലായിരിക്കും, ഡിമാൻഡ് കുറവാണെങ്കിൽ പ്രൈസും എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, ഇനി നമ്മൾക്ക് നെക്സ്റ്റ് ഗ്രാഫിലേക്ക് നോക്കാം. നെക്സ്റ്റ് ഗ്രാഫ് പറയുന്നത് ക്വാണ്ടിറ്റിയിലുണ്ടാവുന്ന മാറ്റത്തെക്കുറിച്ചാണ് അല്ലേ. ടോട്ടൽ സപ്ലൈ വരുന്ന ക്വാണ്ടിറ്റിയിൽ ദ സപ്ലൈ കർവ് ഓഫ് ദ ഡ്യൂറബിൾ ഗുഡ്സ്. നേരത്തെ നമ്മൾ പെരിഷബിൾ ഗുഡ്സിൻ്റെ ഗ്രാഫിനെ കുറിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഡ്യൂറബിൾ ഗുഡ്സിലാണ് ഇങ്ങനെ സപ്ലൈയിൽ എന്ത് ചെയ്യുന്നത്, മാറ്റം വരുന്നത്. ദ OQ ഈസ് ദ ടോട്ടൽ സപ്ലൈ ഓഫ് ദ ഗുഡ്സ്. OQ നമ്മൾ താഴത്തെ X ആക്സിസിൽ വരുന്ന OQ എന്ന് പറയുന്നതാണ് ടോട്ടൽ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അവിടെ OM വരുന്നുണ്ട്, OM1 വരുന്നുണ്ട്. അപ് ടു OP1 ദ സപ്ലൈ ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസ്. OP1 വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. OPയിൽ നിന്ന് OP1 വരെ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതോടുകൂടി തന്നെ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അറ്റ് OS പ്രൈസ് നോ ഗുഡ്സ് ആർ സോൾഡ് which is kept by the seller because of the price fall to low. At OP price 1 the whole stock is offered sale because price is very high. OP1 നമ്മുടെ ഗ്രാഫ് ഉയർന്നു, അതായത് പ്രൈസ് ഉയർന്നപ്പോൾ നമ്മുടെ ടോട്ടൽ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റ് എന്ത് ചെയ്തു, വിറ്റുപോയി. അതാണ് OQ എന്ന് പറയുന്നത്. നമ്മുടെ ഡിമാൻഡ് കർവ് ഡിയിൽ നിന്ന് D1 ഉയർന്നു. അവിടെയാണ് ടോട്ടൽ മാക്സിമം നമ്മൾക്ക് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ലഭിക്കുന്നതും മാക്സിമം പ്രൈസ് വരുന്ന പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഇൻ ദ ഷോർട്ട് പീരീഡ് എന്ന് പറയുന്നത്, ഇൻ ദ ഷോർട്ട് പീരീഡ് ദ ഫേം ഈസ് ഏബിൾ ടു ചേഞ്ച് ഇറ്റ്സ് സപ്ലൈ ബട്ട് ഡസ് നോട്ട് ഹാവ് ടൈം ടു ചേഞ്ച് ഇറ്റ്സ് സ്കെയിൽ ഓഫ് പ്ലാൻ. നമുക്കറിയാം നേരത്തെ മാർക്കറ്റ് പീരീഡിൽ നമ്മൾക്ക് അവിടെ നമ്മുടെ സപ്ലൈയിൽ നമ്മൾക്ക് എന്ത് ചെയ്ത് പറ്റിയിരുന്നില്ല, ചേഞ്ച് വരുത്താൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇൻ ഷോർട്ട് പീരീഡിൽ ദ ഫേം ഹാസ് ടു ഏബിൾ ടു ചേഞ്ച് സപ്ലൈയിൽ മാറ്റം വരുത്താൻ പറ്റും. പക്ഷേ അവർക്ക് അവരുടെ സ്കെയിൽ ഓഫ് പ്ലാന്റിലെ അവരുടെ പ്ലാന്റിൻ്റെ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല,
ചേഞ്ച് വരുത്താൻ പറ്റില്ല. ദ സപ്ലൈ ക്യാൻ ബി ഇൻക്രീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സിസ്റ്റിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് നിലവിലുള്ള പ്ലാന്റും മെഷീനറിയും വെച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദ ഷോർട്ട് പീരീഡ് നോർമൽ പ്രൈസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഇൻട്രാക്ഷൻ ഓഫ് ഷോർട്ട് പീരീഡ് സപ്ലൈ ആൻഡ് ഷോർട്ട് പീരീഡ് ഡിമാൻഡ് കർവ്. നെക്സ്റ്റ് നമ്മൾക്ക് ഷോർട്ട് പീരീഡ് കർവിൻ്റെ ഗ്രാഫുകൾ നോക്കാം. ഇവിടെ ദ ഷോർട്ട് പീരീഡ് നോർമൽ പ്രൈസ് ഈസ് ഡിറ്റർമിൻഡ്. ഇൻ ഷോർട്ട് പീരീഡിൽ നോർമൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇൻട്രാക്ഷൻ ഓഫ് ഷോർട്ട് പീരീഡ് സപ്ലൈ ആൻഡ് ഷോർട്ട് പീരീഡ് ഡിമാൻഡ് കർവ്. ഷോർട്ട് പീരീഡ് സപ്ലൈയുടെയും ഷോർട്ട് പീരീഡ് ഡിമാൻഡ് കർവിൻ്റെയും അനുസൃതമാക്കിയിട്ടാണ്, അതിൻ്റെ ഇൻട്രാക്ഷൻ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇവിടെ ഡി ഡി ഈസ് ദ ഡിമാൻഡ് കർവ്. നമുക്കറിയാം ഡി ഡി ആണ് ഡിമാൻഡ് കർവ്, എസ് എസ് ഈസ് ദ സപ്ലൈ കർവ്. എസ് എസ് എന്ന് പറയുന്ന ആ അപ്വേർഡായിട്ട് പോകുന്ന ആ ഒരു കർവിനെയാണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഇത് രണ്ടും. ദ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് ഒ പി. നമ്മൾക്കറിയാം അവിടെ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് ഇ എന്ന് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് ഒ പി ആണ്, അല്ലേ? ഇക്വിലിബ്രിയം പ്രൈസ് ഈസ് ഒ പി. വേർ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സപ്ലൈ. ഇവിടെ ഡിമാൻഡും എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇവിടെ ഡിമാൻഡും സപ്ലൈയും എന്തായിരിക്കും, ഈക്വലായിരിക്കും. അതുകൊണ്ടാണ് ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, അല്ലേ, ഈ എന്ന പോയിന്റിൽ. Now suppose that the demand increases from to DD to DD1. ഡിമാൻഡ് എന്ത് ചെയ്തു, DDയിൽ നിന്ന് D1ലേക്ക് ഇൻക്രീസ് ചെയ്തപ്പോൾ ദ സപ്ലൈ കർവ് റിമെയിൻ ദ സെയിം. സപ്ലൈ കർവ് എന്താണ്, റിമെയിൻ സെയിം. അവിടെ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് OP1 ഇൻക്രീസ് ചെയ്യുകയും ഇക്വിലിബ്രിയം E1 ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു, അല്ലേ? ദ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം പോയിന്റ് വിൽ ബി. അപ്പോൾ ഷോർട്ട് റണ്ണിലുള്ള ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത് E1 ആയി. ദസ് ഇൻക്രീസ് ഈസ് ക്വാണ്ടിറ്റി ഈസ് മെയ്ഡ് ഇൻക്രീസ് ഇൻ ദ വേരിയബിൾ ഫാക്ടേഴ്സ് ബൈ യൂസിങ് സ്കെയിൽ ഓഫ്. ക്വാണ്ടിറ്റിയിൽ വരുന്ന മാറ്റത്തിനനുസൃതമായിട്ട് നമ്മൾക്ക് എന്തിലും കൂടി മാറ്റം വരും, വേരിയബിൾ ഫാക്ടേഴ്സ് ആൻഡ് യൂസിങ് ദ സ്കെയിൽ ഓഫ് പ്ലാൻ. ആ ഒരു പ്ലാന്റും മെഷീനറിയും വെച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ സപ്ലൈയിൽ ചേഞ്ച് വരുത്താൻ സാധിക്കും എന്നുള്ളതാണ് ആ ഗ്രാഫിലൂടെ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, ദ പ്രോസസ് ഓഫ് ദ പ്രൈസ് ഡിറ്റർമിനേഷൻ ബൈ ദ ഇൻഡസ്ട്രി ആൻഡ് ഔട്ട്പുട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ബൈ ദ ഫേം ആൻഡ് ദ ഷോർട്ട് റൺ. ഇൻഡസ്ട്രിയിലും ഫേമിലും ഉണ്ടാകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ബൈ ദ ഫേം ഇൻ ദ ഷോർട്ട് റണ്ണിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ഗ്രാഫിലായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ദ പ്രൈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഇൻഡസ്ട്രി ഈസ് ഒ പി. നമ്മൾക്കറിയാം ഒ പി ആണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്, എവിടെ, ഇൻഡസ്ട്രിയിൽ ഒ പി എന്നുള്ളതാണ്. ആൻ ഇൻഡിവിജ്വൽ ഫേം ക്യാൻ പ്രൊഡ്യൂസ് ആൻഡ് സെൽ എനി ക്വാണ്ടിറ്റി അറ്റ് ദിസ് പ്രൈസ്. ഒരു ഇൻഡിവിജ്വൽ ഫേമിന് ഏത് ക്വാണ്ടിറ്റിയിലും നിർമ്മിച്ചുകൊണ്ട് ഈ പ്രൈസിൽ എന്ത് ചെയ്യാം, വിൽക്കാം. ബട്ട് എനി ക്വാണ്ടിറ്റി വിൽ നോട്ട് ഗിവ് മാക്സിമം പ്രോഫിറ്റ്. ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി നമ്മൾക്ക് എന്ത് ചെയ്തോളണമെന്നില്ല, മാക്സിമം പ്രോഫിറ്റ് കിട്ടിക്കൊള്ളാം. ദ ഫേം ഹാസ് ടു അഡ്ജസ്റ്റ് ഔട്ട്പുട്ട് അറ്റ് ദി ഒ പി പ്രൈസ്. ഫേം എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും. അത് എന്തുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അവിടെയാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിൻ്റ്, അതായത് പ്രൈസും സപ്ലൈയും ഡിമാൻഡും ഈക്വലാവുന്ന പോയിൻ്റ്. അതിനാണ് ഇൻഡസ്ട്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രൈസിലാണ് നമ്മൾക്ക് മാക്സിമം പ്രോഫിറ്റ് ലഭിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയുടെ ഈ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന പോയിന്റിലൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുള്ളത്. അതായത് സപ്ലൈ കർവും ഡി ഡി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ വരുന്ന ആ ഒരു പ്രൈസിനെയാണ് ഒ പി അല്ലെങ്കിൽ മാക്സിമം ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഇൻ ദ ലോങ് പീരിയഡ്. During the long run, there will be a sufficient time for the existing firms to expand the production by installing new plants and machineries.
Under perfect competition, the firm is equilibrium when AR average revenue is equal to marginal revenue is equal to long run average cost equal to long run marginal cost. This point of equilibrium will be established at which the firm's horizontal MR curve touches long run average cost is its minimum point. It is the point also that long run marginal cost is equal to long run average cost. ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലോങ് പീരീഡ് എന്ന് പറയുന്നത് ആ ഒരു പീരീഡിൽ ഫേമുകൾക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രികൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈമുണ്ട് അവരുടെ പ്രൊഡക്ഷനിൽ മാറ്റം വരുത്താൻ വിത്ത് ചേഞ്ചസ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റിലും മെഷീനറീസിലും ചേഞ്ചസ് വരുത്തിക്കൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്ഷനിൽ മാറ്റം വരുത്താൻ, അവരുടെ സപ്ലൈയിൽ മാറ്റം വരുത്താൻ ഓരോ കമ്പനിക്കും എന്ത് ചെയ്യുന്നുണ്ട്, സഫീഷ്യൻ്റ് ആയിട്ടുള്ള സമയമുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ, അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ആവറേജ് റവന്യൂ ഈക്വൽ ടു മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. ഇതാണ് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഇൻ ദ ലോങ് റൺ പീരീഡിൽ. അതായത് ഈ ഒരു പോയിന്റിൽ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ പ്രൈസ് ലോങ് പീരീഡിൽ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഡി ഡി ഇസ് ദ ലോങ് റൺ ഡിമാൻഡ് കർവ്. ഡി ഡി എന്താണ്? ലോങ് റൺ ഡിമാൻഡ് കർവാണ്. ഇൻ ദ ഷോർട്ട് റൺ S1 എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് റൺ സപ്ലൈ കർവ്. ഹെൻസ് ദ പ്രൈസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ അറ്റ് OP1. അതായത് നമ്മൾക്കറിയാം S1 പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് OP1 ആണ്. ദിസ് ഇക്വിലിബ്രിയം ഔട്ട് ഓഫ് ദ ഫോം അറ്റ് ദ പോയിൻറ്റ് OP1 ഈക്വൽ ടു AR1 AR1 എന്ന് പറഞ്ഞാൽ ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ ഈക്വൽ ടു ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഷട്ട് ഡൗൺ പോയിൻ്റ്. എന്താണ് ഷട്ട് ഡൗൺ പോയിൻ്റ് എന്നുള്ളത്? ദ പോയിൻ്റ് ദ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ ഈസ് കോൾഡ് ഷട്ട് ഡൗൺ പോയിൻ്റ്. ആവറേജ് വാരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ എന്നുള്ള പോയിൻറ്റിനെയാണ് നമ്മൾ ഷട്ട് ഡൗൺ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇഫ് ദ പ്രൈസ് ഫാൾസ് ബിലോ ദ ആവറേജ് വാരിയബിൾ കോസ്റ്റ്, പ്രൈസ് ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാളും താഴ്ന്നു കഴിഞ്ഞാൽ ദ ഫേം വിൽ സ്റ്റോപ്പ് പ്രൊഡക്ഷൻ. ഈ ഒരു പോയിന്റിൽ ഫേം എന്ത് ചെയ്യും? അവരുടെ പ്രൊഡക്ഷന് നിർത്തും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് പ്രൈസ് ആൻഡ് നോർമൽ പ്രൈസ്. മാർക്കറ്റ് പ്രൈസും നോർമൽ പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളത്. മാർക്കറ്റ് പ്രൈസ് ഈസ് വെരി ഷോർട്ട് പീരീഡിലുള്ള പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെയാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലോങ് പീരീഡ് പ്രൈസ്. ലോങ് പീരീഡിലുള്ള പ്രൈസിനെയാണ് നോർമൽ പ്രൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡിമാൻഡ് ഫാക്ടേഴ്സ്. മാർക്കറ്റ് പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഡിമാൻഡ് ഫാക്ടേഴ്സാണ്. നോർമൽ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സപ്ലൈ, അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനുമാണ്. ഓൾ ഗുഡ്സ് ഹാവ് മാർക്കറ്റ് പ്രൈസ്. എല്ലാ ഗുഡ്സിനും ഹാവ് എ മാർക്കറ്റ് പ്രൈസ്. എല്ലാ ഗുഡ്സിനും ഒരു മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. ഒൺലി റീപ്രൊഡ്യൂസബിൾ ഗുഡ്സ് അലോൺ ഹാവ് എ നോർമൽ പ്രൈസ്. റീപ്രൊഡ്യൂസബിൾ ആയിട്ടുള്ള ഗുഡ്സിന് മാത്രമാണ് നോർമൽ പ്രൈസ് ഉള്ളത്. എ ഫേം വിത്ത് മാർക്കറ്റ് പ്രൈസ് മേ ഏൺ നോർമൽ പ്രോഫിറ്റ് ഇൻകർ ലോസ്. എ ഫേം വിത്ത് മാർക്കറ്റ് പ്രൈസ്, ഒരു ഫേം മാർക്കറ്റ് പ്രൈസുമായിട്ട് വിൽക്കുന്ന ഒരു ഫേം നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ അല്ലെങ്കിൽ ലോസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഫേം വിത്ത് നോർമൽ പ്രൈസ് ക്യാൻ ഏൺലി നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രൈസുള്ള ഒരു പ്രോഡക്റ്റുമായിട്ടാണ് ഒരു മാർക്കറ്റിൽ നിൽക്കുന്നതെങ്കിൽ ഒരു നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. There will be a temporary equilibrium between demand and supply. There will be a permanent equilibrium between demand and supply. Next is monopoly. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് പെർഫെക്റ്റ് മാർക്കറ്റ് കോമ്പറ്റീഷനെ കുറിച്ചാണ്, പെർഫെക്റ്റ് മാർക്കറ്റ് സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾക്ക് അടുത്തൊരു മാർക്കറ്റ് സിറ്റുവേഷനാണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്.
Monopoly is a market situation in which there is only one seller or producer of a product for which there is a no clause substitute. ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ഇസ് ഓൺലി വൺ സെല്ലർ ഓർ എ പ്രൊഡ്യൂസർ ഓഫ് എ പ്രോഡക്റ്റ്. ഒരു സെല്ലർ മാത്രം അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ മാത്രം ഒരു പ്രോഡക്റ്റിന് ഉണ്ടാവുന്ന ആ ഒരു മാർക്കറ്റ് സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൊണോപ്പൊളി എന്ന് പറയും. അവിടെ ആ ഒരു പ്രോഡക്റ്റിന് ക്ലോസ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് പോലും ഉണ്ടാവുകയില്ല. ഹി കൺട്രോൾസ് ദ ഹോൾ സപ്ലൈ ഓഫ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. ആ ഒരു സെല്ലറായിരിക്കും എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സെല്ലറായിരിക്കും അല്ലെങ്കിൽ ആ ഒരു പ്രൊഡ്യൂസറായിരിക്കും ഹോൾ സപ്ലൈ ഓഫ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ എല്ലാം ആ മാർക്കറ്റിലുള്ള സപ്ലൈ എന്ന് പറയുന്നത്. ഹി ഹാസ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ദ പ്രൈസ് ആൾസോ. അദ്ദേഹം തന്നെയാണ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഹിയർ ഹീസ് എ പ്രൈസ് മേക്കർ. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പറഞ്ഞു, ഫേമുകൾ, കമ്പനികൾ എന്താണ്, അവിടെ പ്രൈസ് ടേക്കേഴ്സാണ്. ഇവിടെ മൊണോപ്പൊളിയിൽ ഏതൊരു കമ്പനിയോ ഏതൊരു സെല്ലറാണോ ഉള്ളത് അല്ലെങ്കിൽ ഏതൊരു പ്രൊഡ്യൂസറാണോ ഉള്ളത് അയാൾ തന്നെയാണ് അവിടുത്തെ പ്രൈസ് മേക്കർ എന്ന് പറയുന്നത്. പ്രൈസ് ടു ഫിക്സ് പ്രൈസ് ദാറ്റ് വിൽ മാക്സിമൈസ് പ്രോഫിറ്റ്. പ്രൈസ് ടു ഫിക്സ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. ഇനി ഫീച്ചേഴ്സ് ഓഫ് മൊണോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. ദർ ഈസ് ഓൺലി വൺ സെല്ലർ ഓഫ് എ പ്രോഡക്റ്റ്. അവിടെ ആകെ ഒരു സെല്ലർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ആ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ. ദ പ്രോഡക്റ്റ് ഹാസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. പ്രോഡക്റ്റിന് ക്ലോസ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്രോഡക്ട്സുകളൊന്നും ഉണ്ടാവുകയില്ല. ദ എൻറ്റയർ മാർക്കറ്റ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് സിംഗിൾ സെല്ലർ. ആ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് എൻറ്റയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ആ ഒരു സിംഗിൾ സെല്ലറിൻ്റെ കൺട്രോളായിരിക്കും. ദ മോണോപ്പൊളിസ്റ്റ് ഫിക്സസ് ദ പ്രൈസ് ഓഫ് ഫോർ ദ കമോഡിറ്റി. ഹി ഈസ് ദ പ്രൈസ് മേക്കർ, നോട്ട് എ പ്രൈസ് സ്ട്രൈക്കർ. മൊണോപ്പൊളിയിൽ സെല്ലർ എന്ന് പറയുന്നതാണ് പ്രൈസ് മേക്കർ. ദ അതർ സെല്ലർ ഓർ ന്യൂ ഫേംസ് കനോട്ട് എൻ്റർ ഇൻ ടു ദ മാർക്കറ്റ് ഈസിലി. നമ്മൾ നേരത്തെ പറഞ്ഞു, പെർഫെക്റ്റ് മാർക്കറ്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് സിറ്റുവേഷനിൽ സെല്ലേഴ്സിന്, കമ്പനികൾക്ക് മാർക്കറ്റിലേക്ക് ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ മൊണോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷനിൽ അവിടെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ദ ഫേം ആൻഡ് ഇൻഡസ്ട്രി ആർ വൺ ആൻഡ് ദ സെയിം. ഫേമും ഇൻഡസ്ട്രി എന്താണ്, സെയിം ആയിരിക്കും. അവിടെ എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് കൈൻഡ്സ് ഓഫ് മൊണോപ്പൊളി. എന്താണ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് മൊണോപ്പൊളി എന്നുള്ളതാണ്. നാച്ചുറൽ മൊണോപ്പൊളി. ദിസ് ടൈപ്പ് ഓഫ് മൊണോപ്പൊളി എക്സിസ്റ്റ് ഡ്യൂ ടു ദ എക്സിസ്റ്റൻസ് ഓഫ് നാച്ചുറൽ ഫാക്ടേഴ്സ്. ഈ ടൈപ്പ് ഓഫ് മൊണോപ്പൊളി എക്സിസ്റ്റ് ചെയ്യുന്നത് എക്സിസ്റ്റൻസ് ഓഫ് നാച്ചുറൽ ഫാക്ടേഴ്സ് കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ബംഗാൾ ഹാസ് ദ നാച്ചുറൽ മൊണോപ്പൊളി ഓഫ് ജൂട്ട്. ജൂട്ടിൻ്റെ ഒരു മൊണോപ്പൊളി ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ബംഗാൾ എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ ഫാക്ടേഴ്സിൻ്റെ ഒരു എക്സിസ്റ്റൻസ് കൊണ്ടാണ് എന്തത് ഈ ഒരു മൊണോപ്പൊളി, നാച്ചുറൽ മൊണോപ്പൊളി എന്ന് പറഞ്ഞിട്ടുള്ള ഈ മാർക്കറ്റ് സിറ്റുവേഷൻ നിലനിൽക്കുന്നത്. ഇനി ലീഗൽ മൊണോപ്പൊളി. സം മൊണോപ്പൊളീസ് ആർ ക്രിയേറ്റഡ് ബൈ ദ ലോസ് ഓഫ് ദ കൺട്രീസ് ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ്. ദേ ആർ കാൾഡ് ലീഗൽ. സം സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സം മൊണോപ്പൊളീസ് ക്രിയേറ്റ് ചെയ്യുന്നത് കൺട്രിയുടെ, രാജ്യത്തിൻ്റെ നിയമങ്ങൾ കൊണ്ടായിരിക്കും. ഫോർ ദ പബ്ലിക് ഇൻട്രസ്റ്റ്. ദിസ് കാൾഡ് ലീഗൽ മൊണോപ്പൊളി. ദ സോഷ്യൽ മൊണോപ്പൊളി, these are owned and managed by the government. The aim is not make maximum profit. They are also known as public monopolies. Social monopolies ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിരിക്കും. owned and managed by the government. Their aim is not make maximum profit. അവരുടെ മെയിനായിട്ടുള്ള എയിം മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതല്ല. എന്താണ്, സർവീസാണ് കൂടുതലായിട്ട്. നമ്മൾക്കറിയാം ഇന്ത്യയിലുണ്ടാകുന്നത് റെയിൽവേ, പോസ്റ്റ്, ടെലിഗ്രാഫ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. നെക്സ്റ്റ്, വോളണ്ടറി മൊണോപ്പൊളീസ്. ദിസ് ആർ മൊണോപ്പൊളീസ് ക്രിയേറ്റഡ് ബൈ വോളണ്ടറിലി ബൈ ദ പേഴ്സൺ കൺസേൺഡ് ബൈ ദ ഫേംസ് കൺസേൺ. ദർ ആർ ഇൻ ദ ഫോംസ് ഓഫ് ട്രസ്റ്റ്, ക്യാപിറ്റൽസ്. നമുക്കറിയാം വോളണ്ടറായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ട്രസ്റ്റുകൾ, സൊസൈറ്റികൾ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്
വോളണ്ടറി മൊണോപ്പൊളീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് സർവീസ് മൊണോപ്പൊളി. Monopoly may arise in service also. For example, there are only one doctor in locality. നമുക്കറിയാം സർവീസ് മൊണോപ്പൊളി, സർവീസ് ചെയ്യുന്ന സിറ്റുവേഷൻ. ഇപ്പോൾ ഒരു ലൊക്കാലിറ്റിയിൽ ഒരു ഡോക്ടർ മാത്രം ഉള്ളെങ്കിൽ അവിടെ അദ്ദേഹം ഒരു മൊണോപ്പൊളി ആയിട്ടുള്ള മാർക്കറ്റ് സിറ്റുവേഷനാണ് അല്ലേ. അദ്ദേഹം മാത്രമാണ് ആ ലൊക്കാലിറ്റിയിൽ ആ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. Next is monopolist demand and revenue cost curve. The demand curve of the monopolist would be the same as the demand curve of the industry. ഇൻഡസ്ട്രിയിലുള്ള ഡിമാൻഡ് കർവിന് അതേ രൂപത്തിൽ തന്നെയാണ് മൊണോപ്പൊളിസ്റ്റ് മാർക്കറ്റ് സിറ്റുവേഷനിലുള്ള ഡിമാൻഡ് കർവ്. ദ ഡിമാൻഡ് കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഡിമാൻഡ് കർവ് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ദിസ് ഈസ് സോ ബിക്കോസ് ദ മൊണോപ്പൊളി ഫേം ക്യാൻ സെൽ മോർ അറ്റ് ലോവർ പ്രൈസ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ പ്രൈസിൽ കൂടുതൽ വിൽക്കാനും ഹയർ പ്രൈസിൽ കുറവ് വിൽക്കാനും പറ്റുന്നതാണ് ഡൗൺവേർഡ് സ്ലോപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡിമാൻഡ് കർവ് ഈസ് ആൾസോ ദ ആവറേജ് റവന്യൂ കർവ് ഓഫ് ദി മൊണോപോളിസ്റ്റ്. റവന്യൂ കർവും മൊണോപോളിസ്റ്റിക് കർവും ഡിമാൻഡ് കർവും മൊണോപോളിസ്റ്റിക് കണ്ടീഷനിൽ എന്താണ്? സെയിം ആണെന്നുള്ളതാണ്. ആവറേജ് റവന്യൂ കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. റവന്യൂ കർവ് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സെൽ മോർ അറ്റ് ലോവർ പ്രൈസ് ആൻഡ് ഹൈ അറ്റ് ഹയർ പ്രൈസ്, ലെസ് അറ്റ് ഹയർ പ്രൈസ്. ഓക്കെ. ദ ആവറേജ് കോസ്റ്റ് കർവ് ഓഫ് ദ മൊണോപ്പൊളി ഫേം ഈസ് ജനറലി ഫ്ലാറ്റ് ആൻഡ് യു ഷേപ്പ്. ആവറേജ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് മൊണോപ്പൊളി സിറ്റുവേഷനിൽ യു ഷേപ്പിലായിരിക്കും ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. This is so because the cost of the production are governed by the laws of returns. ഇത്രയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.